Good evening, everyone. നമ്മളുടെ ലാസ്റ്റ് സെഷനാണ്, പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനകത്ത് മൊഡ്യൂൾ 9 സോഷ്യൽ പെർസെപ്ഷന്റെ കുറച്ച് കണ്ടന്റ്സ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി സോഷ്യൽ പെർസെപ്ഷന്റെ റെക്കോർഡഡ് സെഷൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് കണ്ടു കാണും. അതിനകത്തുനിന്ന് നമുക്ക് ആഡ് ഓൺ ആയിട്ട് വന്ന സിലബസിലെ കുറച്ച് പോർഷൻസ് കൂടെ ഉണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. മെജോറിറ്റി ഓഫ് കണ്ടന്റും ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ നമ്മൾ ആ സിലബസ് നോക്കുകയാണെങ്കിൽ ആ സിലബസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെൽഫിനെ കുറിച്ചാണ്. നിങ്ങൾ അതിനകത്ത് കുറെ ടേംസ് കണ്ടു കാണും. സോഷ്യൽ സെൽഫ്, സെൽഫ് സ്കീമ. അപ്പൊ സെൽഫിനെ കുറിച്ചുള്ളതാണ് ആ ഒരു സോഷ്യൽ പെർസെപ്ഷൻ എന്ന മൊഡ്യൂളിന്റെ ഫസ്റ്റ് ഹാഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇപ്പൊ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ സെൽഫിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സെൽഫ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ സെൽഫ് എന്ന് പറഞ്ഞാല് നമ്മളെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ ബിലീഫ്സിന്റെ ഒക്കെ ഒരു കളക്ഷനെയാണ് നമ്മൾ സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കുറച്ച് കോൺഷ്യസ് അവയർനെസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ബിലീഫ്സ് കാണും, നമ്മുടെ ഒപ്പീനിയൻസ് കാണും. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള നമ്മളെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിനെയാണ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൽഫിന് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കമ്പോണന്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പേഴ്സണൽ പാർട്ടും ഉണ്ട്, ഒരു സോഷ്യൽ പാർട്ടും ഉണ്ട്. പേഴ്സണൽ സെൽഫ് അല്ലെങ്കിൽ പേഴ്സണൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാറില്ല ഞാനൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ടോൾ ആണ്. നമ്മുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ഒരു പേഴ്സണൽ സൈഡ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു സോഷ്യൽ സെൽഫ് കൂടെ ഉണ്ട്. സോഷ്യൽ സെൽഫ് എന്ന് പറയുമ്പം മറ്റുള്ളവരുമായിട്ട് റിലേഷനിൽ നമ്മളെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് സെൽഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ ചിന്തിച്ചാൽ നമ്മൾ നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റുമായിട്ട് ഡിറ്റാച്ച്ഡ് അല്ല. നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഉണ്ടല്ലേ, നമ്മൾ സോഷ്യൽ ബീങ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും മൊത്തത്തിൽ നമുക്ക് ഡിവോയിഡ് ആയിട്ട് ഫോം ആകുന്ന ഒന്നല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ റോൾസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ഈ റോളിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷന്റെ ഫലമായിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ സെൽഫിന് 4 കമ്പോണൻസ് ആണുള്ളത്. സെൽഫ് നോളജ്, സെൽഫ് കംഫർട്ട്, ഇംപ്രഷൻ മാനേജ്മെന്റ്, സെൽഫ് എസ്റ്റീം. അപ്പൊ ഇതില് സെൽഫിന്റെ ചില കമ്പോണൻസ് സ്പെസിഫിക്കലി നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ സോഷ്യൽ സെൽഫിനെ കുറിച്ചുള്ള നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള അവയർനെസ് ആണ് സെൽഫ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൽഫ് നോളജിന്റെ ഒറിജിൻ അല്ലെങ്കിൽ സോഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ സെൽഫിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് സോഷ്യൽ ആണ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ഓവറോൾ പിക്ചർ പലപ്പോഴും ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു സോഷ്യൽ സെൽഫ് എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ സോഷ്യൽ സെൽഫിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെന്ന് ഒരുപാട് റിസർച്ചസിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കതിനെ സമ്മറൈസ് ചെയ്ത് എങ്ങനെ പറയാം? റോൾ ടേക്കിങ്ങും റോൾ പ്ലേയിങ്ങും, സോഷ്യൽ ഐഡന്റിറ്റി, സോഷ്യൽ കമ്പാരിസൺ, സക്സസ് ആൻഡ് ഫെയിലിയർ, അതർ പീപ്പിൾസ് ജഡ്ജ്മെന്റ് ഓർ റിഫ്ലക്റ്റഡ് അപ്രൈസൽ. അപ്പൊ ഇത്രയും ഇൻഫ്ലുവൻസസ് ആണ് ഒരാളുടെ സോഷ്യൽ സെൽഫിന്റെ ഫോർമേഷനിലുള്ളത്. അപ്പൊ ഒന്നാമത്തെ നോക്കിയ റോൾ ടേക്കിംഗ് ആൻഡ് റോൾ പ്ലേയിങ്. ഇപ്പൊ റോൾ എന്താന്ന് നിങ്ങൾ ഓൾറെഡി സോഷ്യോളജിയിലും ഒക്കെ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ റോള് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാൾ തന്നെ മൾട്ടിപ്പിൾ റോൾസും പെർഫോം ചെയ്യുന്നുണ്ടാകാം. അപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, അതോടൊപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആണ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളൊരു മദർ ആണ്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളൊരു വൈഫാണ്, നിങ്ങളൊരു ഡോട്ടർ ആണ്, സിസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ റോള് ഇനാക്ട് ചെയ്യുമ്പോൾ അതുവഴി നമ്മുടെ സോഷ്യൽ സെൽഫ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ റോൾ പ്ലേയിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് അസൈൻഡ് ആയിട്ടുള്ള റോൾസ് നമ്മൾ ഇനാക്ട് ചെയ്യുന്നതിനെയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഇനി റോൾ ടേക്കിംഗ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ചിലപ്പോഴൊക്കെ ഇമാജിനേറ്റീവ്ലി ചില പൊസിഷൻസ് എന്താ പറയാ ഇമാജിൻ ചെയ്യാറുണ്ട് അല്ലെ. മറ്റുള്ളവരുടെ പൊസിഷൻസ് നമ്മൾ ഇമാജിൻ ചെയ്യാറുണ്ട്. അതായത് ഓക്കെ, എന്റെ ടീച്ചർ എന്നെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്ന് നിങ്ങൾ പ്രിസ്യൂം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് റോൾ ടേക്കിംഗ്. അപ്പൊ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് ആസ് എ ടീച്ചർ, നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്
അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ മറ്റൊരാൾ നിങ്ങളെ എങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പൊ മറ്റൊരാളുടെ റോള് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ റോൾ ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റോൾ ടേക്കിങ്ങും റോൾ പ്ലേയിങ്ങും രണ്ടും നമ്മുടെ സോഷ്യൽ സെൽഫിന്റെ ഫോർമേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്തതാണ് സോഷ്യൽ ഐഡന്റിറ്റി. അപ്പൊ നിങ്ങൾ ഓൾറെഡി പല ലിറ്ററേച്ചറിലും വായിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ പലപ്പോഴും പല സോഷ്യൽ ഗ്രൂപ്പ്സിന്റെയും മെമ്പർ ആകാറുണ്ട് അല്ലെ. അതിപ്പോ ജെൻഡറിന്റെ ബേസിസിലാണെങ്കിലും ക്ലാസിന്റെ ബേസിസിലാണെങ്കിലും നാഷണാലിറ്റിയുടെ ബേസിസിലാണെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷന്റെ ബേസിസിലാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പിന്റെ പാർട്ടാണ്. ഇപ്പൊ നമ്മൾ സ്പാർക്ക് എന്നുള്ള ഗ്രൂപ്പിന്റെ പാർട്ടാണ് നിങ്ങൾ, മിഷൻ ICDSന്റെ പാർട്ടാണ് നിങ്ങൾ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ സോഷ്യൽ ഗ്രൂപ്പിന്റെ പാർട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിന്റെ ബേസിസിൽ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നതാണ് സോഷ്യൽ ഐഡന്റിറ്റി. അപ്പൊ നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെയും മെമ്പേഴ്സ് ആകുന്നത് വഴി നമ്മളൊരു സോഷ്യൽ ഗ്രൂപ്പിന്റെ പാർട്ടാകും. അതുവഴി നമുക്കൊരു ഐഡന്റിറ്റി ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സോഷ്യൽ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെൽഫിനകത്ത് ഓവറോൾ ഉള്ള നമ്മളുടെ പെർസെപ്ഷൻ അബൌട്ട് വൺ സെൽഫ് ആണ്. ആ നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ഓവറോൾ പെർസെപ്ഷനിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മളുടെ സോഷ്യൽ ഐഡന്റിറ്റി. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് സോഷ്യൽ കമ്പാരിസൺ. അപ്പൊ നമ്മളൊന്ന് എക്സാമിൻ ചെയ്താൽ നമ്മുടെ ലൈഫ് റിവോൾവ് ചെയ്യുന്നതിന് എന്തിന്റെ മുകളിലാണ്? സോഷ്യൽ കമ്പാരിസന്റെ മുകളിലാണ് അല്ലെ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് കാണും കമ്പയർ ചെയ്യാനായിട്ട്. ചിലപ്പോൾ നമ്മൾ അപ്വേർഡ് കമ്പാരിസൺ ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പം ഡൗൺവേർഡ് കമ്പാരിസൺ ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റീസിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം. ഇപ്പൊ ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അപ്പൊ നിങ്ങൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കാം ഓക്കെ ആസ് എ സ്റ്റുഡന്റ് ഞാൻ കുറച്ചുകൂടെ ചെയ്യണം എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ സോഷ്യൽ കമ്പാരിസണും നിങ്ങളുടെ സോഷ്യൽ സെൽഫിനെ ഷേപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്തതാണ് സക്സസും ഫെയിലിയറും. അപ്പൊ നമ്മുടെ ഡെയിലി എക്സ്പീരിയൻസസിൽ എന്തുണ്ട്? സക്സസും വരും, ഫെയിലിയർ വരും. അപ്പൊ ഈ സക്സസും ഫെയിലിയറും ഒക്കെ തന്നെ നമ്മുടെ സെൽഫിനെ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ആ ഒരു ഓവറോൾ പിക്ചർ ഫോം ചെയ്യുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകമാണ്. ഇനി ഫൈനലി വരുന്നതാണ് മറ്റാളുകളുടെ ജഡ്ജ്മെന്റും റിഫ്ലക്റ്റഡ് അപ്രൈസലും. അപ്പൊ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക്, നമ്മളെ കുറിച്ച് മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു പിക്ചർ ഫോം ചെയ്യുന്നതിൽ ഒരു വലിയ റോള് വഹിക്കാറുണ്ട്. അപ്പൊ ഇതിനെയാണ് ഈ റിഫ്ലക്റ്റഡ് അപ്രൈസൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന നമ്മളെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ്സ്, വാല്യൂ ജഡ്ജ്മെന്റ്സ്. അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ സെൽഫിനെ ഫോം ചെയ്യുന്ന സോഴ്സസ്, അല്ലെങ്കിൽ സോഷ്യൽ സെൽഫിന്റെ ഫോർമേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സെൽഫിന്റെ ഒരുപാട് ഡയമെൻഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ പലതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പല ഡയമെൻഷൻസ് ഓഫ് സെൽഫും നമ്മുടെ തോട്ട്സിനെയും ബിഹേവിയറിനെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെയാണ് സെൽഫ് കോൺസെപ്റ്റ്. സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എബിലിറ്റീസിനെയും നമ്മുടെ കോമ്പീറ്റൻസസിനെയും കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടാകും അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ എന്താണ് നിങ്ങളുടെ കഴിവുകൾ, എന്താണ് നിങ്ങളുടെ കുറവുകൾ, എന്താണ് നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, ഇതിനെ കുറിച്ചുള്ള നമ്മുടെ പെർസെപ്ഷനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ സെൽഫ് കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസസിൽ നിന്നാണ്. ഇപ്പൊ ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു പാട്ട് പാടുമ്പം ഒരാൾ പറയാണ് നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ടല്ലോ, മോള് പാട്ട് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അവിടെ നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മളൊരു സെൽഫ് കോൺസെപ്റ്റ് ഫോം ചെയ്യാണ്. അതായത് എനിക്ക് പാടാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസസിലൂടെയാണ് നമ്മൾ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ പുതിയ പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നത് വഴി നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പോകെ നമുക്ക് എന്തുണ്ടാകും? ഒരു സ്റ്റേബിൾ സെൽഫ് കോൺസെപ്റ്റ് നമ്മൾ ഫൈനലി ഡെവലപ്പ് ചെയ്യും. ഈ സെൽഫ് കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് തരത്തിലെ ഇൻഫർമേഷൻ ആണ് അറ്റൻഷൻ കൊടുക്കുന്നത്, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതിനെയൊക്കെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഫോം ചെയ്യുന്ന സെൽഫ് കോൺസെപ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് തന്നെയുള്ള ധാരണകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഫോം ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സെൽഫ് കോൺസെപ്റ്റ് നമ്മുടെ ബിഹേവിയറിനെയും പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇൻആക്യുറേറ്റ് ആകുമ്പോൾ നെഗറ്റീവായ രീതിയിൽ ഇത് നമ്മളെ എഫക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷനെയും നമ്മുടെ ബിഹേവിയറിനെയും ഒക്കെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒരാളുടെ സെൽഫ് കോൺസെപ്റ്റ് അയാൾ ആക്യുറേറ്റ് ആയിട്ടും ഫോം ആകാം, ഇൻആക്യുറേറ്റ് ആയിട്ടും ഫോം ആകാം. അപ്പൊ സെൽഫ് കോൺസെപ്റ്റ് എന്താണ്? നമ്മളുടെ എബിലിറ്റീസിനെയും നമ്മുടെ കോമ്പീറ്റൻസസിനെയും കുറിച്ചുള്ള നമ്മുടെ ഒരു ഓവറോൾ വ്യൂ ആണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം ആണ് സെൽഫ് എസ്റ്റീം. അപ്പൊ ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ വരാം, സെൽഫ് കോൺസെപ്റ്റും സെൽഫ് എസ്റ്റീമും ഏകദേശം ഒരുപോലെ അല്ലേ എന്നുള്ളത്.
സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതാണ്. ആ നിങ്ങളെ കുറിച്ചുള്ള ചിന്തയിലെ ഇവാലുവേഷൻ ആണ് സെൽഫ് എസ്റ്റീം. അപ്പൊ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് സെൽഫ് കോൺസെപ്റ്റിന്റെ ഒരു ഇവാലുവേറ്റീവ് കമ്പോണന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്, നെഗറ്റീവായിട്ടാണോ കാണുന്നത്? സെൽഫ് കോൺസെപ്റ്റ് എന്താണ്? നിങ്ങളെ കുറിച്ചുള്ള ഓവറോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കുറവുകൾ എന്താണ്, അങ്ങനത്തെ ഒരു ഓവറോൾ പിക്ചറാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇവാലുവേഷൻ ആണ്. ഇപ്പം എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കും എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് സെൽഫ് കോൺസെപ്റ്റിന്റെ ഇവാലുവേറ്റീവ് കമ്പോണന്റ് ആണ്. അപ്പൊ ഇവാലുവേറ്റീവ് കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അപ്പൊ ഇവാലുവേറ്റീവ് കമ്പോണന്റ് ഇറ്റ് ക്യാൻ ബി സെൽഫ് കോൺസെപ്റ്റ് ആണെങ്കിൽ അക്യുറേറ്റ് അല്ലെങ്കിൽ ഇൻഅക്യുറേറ്റ് എന്നുള്ള ലെവലിലാണ് അത് നിൽക്കുന്നത്. സെൽഫ് എസ്റ്റീം ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള പോസിറ്റീവ് ഇവാലുവേഷൻ വരാം, അതല്ലെങ്കിൽ നെഗറ്റീവ് ഇവാലുവേഷൻ വരാം. അതല്ലെങ്കിൽ ചില ഡയമെൻഷൻസിൽ പോസിറ്റീവ് വരാം, ചില ഡയമെൻഷൻസിൽ നെഗറ്റീവ് വരാം, അങ്ങനെയും വരാം. അപ്പൊ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഏത് ഇവാലുവേഷൻ ആണോ കൂടുതൽ, പോസിറ്റീവ് ഇവാലുവേഷൻ ആണോ നെഗറ്റീവ് ഇവാലുവേഷൻ ആണോ കൂടുതൽ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യും ഓവറോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ഇവാലുവേഷൻ എന്താന്നുള്ളത്. അപ്പൊ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അൺറിയലിസ്റ്റിക്ലി ഹൈ ഇവാലുവേഷൻ വെക്കുക. ചില സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇവാലുവേഷൻ അൺറിയലിസ്റ്റിക്ലി ലോ ആകാം. അപ്പൊ ഇങ്ങനെ അൺറിയലിസ്റ്റിക്ലി ഹൈ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക്ലി ലോ സെൽഫ് എസ്റ്റീമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരഡോക്സിക്കൽ സെൽഫ് എസ്റ്റീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയും അടുത്തതാണ് സെൽഫ് സ്കീമ. സ്കീമ എന്താന്നുള്ളത് ഓൾറെഡി നിങ്ങൾ നേരത്തെ തന്നിട്ടുള്ള വീഡിയോസിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ സ്കീമ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെയോ ഒരു ഇവന്റിനെയോ ഒരു സിറ്റുവേഷനെയോ ഒക്കെ കുറിച്ചൊക്കെ നമുക്കൊരു മെന്റൽ റെപ്രസെന്റേഷൻ ഉണ്ട്. എങ്ങനെയായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം നിങ്ങൾക്ക് ഒരു ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ ഇവാലുവേഷനെ വെച്ചുകൊണ്ട് അയാൾ പറയാതെ തന്നെ നമ്മൾ ഗസ് ചെയ്യാറുണ്ട്, അല്ലെ? അയാൾ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ആശുപത്രി പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നിങ്ങൾ എങ്ങും ഫോർമലി പഠിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാകാം. അപ്പൊ ഓരോന്നിനെയും കുറിച്ച് നമുക്കൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിങ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കീമ സെൽഫിനെ കുറിച്ചുമുണ്ട്. അപ്പൊ നമുക്ക് സെൽഫിനെ, നമുക്ക് സ്വയം നമ്മളെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ ഓരോ ഓവറോൾ സ്ട്രക്ചറിങ്ങിനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. അപ്പൊ സെൽഫ് സ്കീമ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻസ് അലോങ് വിച്ച് പീപ്പിൾ തിങ്ക് അബൌട്ട് ദംസെൽസ്. അപ്പൊ ഈ സെൽഫ് സ്കീമയ്ക്ക് 3 കമ്പോണന്റ്സ് ഉണ്ട്. ഒന്ന് ഒരു ആക്ച്വൽ കമ്പോണന്റ്, എന്താണോ നിങ്ങൾ എന്താണോ കറന്റ്ലി നിങ്ങളുടെ റിയൽ സെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം, അതിനെയാണ് ആക്ച്വൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇത് ഐഡിയൽ ഇത് കാണും, അതിനെയാണ് ഐഡിയൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതാണ്, പക്ഷെ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട് ഓഫ് സെൽഫ് കാണും, അതാണ് നിങ്ങളുടെ ഐഡിയൽ സെൽഫ്. ഇതല്ലാതെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്ന ചില ക്വാളിറ്റീസ് കാണും, അതിനാണ് ഓട്ട് സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ഓട്ട് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങളിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റീസ് കാണും, അതിനെയാണ് ഓട്ട് സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കോഗ്നിറ്റീവ് ഫ്രെയിം വർക്ക് ഉണ്ട്, അതിനെയാണ് സെൽഫ് സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ എപ്പോഴും ഈ സെൽഫ് സ്കീമേനെ ചുറ്റിപ്പറ്റിയായിരിക്കും പ്രോസസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് സെൽഫ് ഡിസ്ക്രിപ്പൻസി. ഈ സെൽഫ് ഡിസ്ക്രിപ്പൻസി നമ്മൾ സെൽഫ് സ്കീമയുടെ കൂടെ ചേർത്തൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ സെൽഫ് സ്കീമ പറഞ്ഞിരുന്നു 3 കമ്പോണൻസ് ഉണ്ട് സെൽഫ് സ്കീമയ്ക്ക്. ഒരു ആക്ച്വൽ സെൽഫും ഉണ്ട്, ഐഡിയൽ സെൽഫും ഉണ്ട്, ഓട്ട് സെൽഫും ഉണ്ട്. അപ്പൊ ഇതൊക്കെ തമ്മിൽ ഒരു വ്യതിയാനം വരുമ്പം ഉണ്ടാകുന്നതാണ് സെൽഫ് ഡിസ്ക്രിപ്പൻസി. ഇപ്പൊ ഒരാളുടെ ആക്ച്വൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സാക്ട്ലി സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ട് കിട്ടത്തില്ല, ചെറിയ വേരിയേഷൻ കാണാം. പക്ഷെ ഈ ഡിസ്ക്രിപ്പൻസി ഒരുപാട് കൂടുതലാണെങ്കിൽ അത് കാരണം നമുക്ക് എന്തുണ്ടാകാം? നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അഫക്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോകാം. അപ്പം ഒരാളുടെ സെൽഫിനെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ അയാളുടെ ഐഡിയൽ സെൽഫുമായിട്ട് കമ്പയർ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഓട്ട് സെൽഫ് ആയിരിക്കാം റെഫറൻസ് പോയിന്റ്. അത് വെച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഒരുപാട് വ്യതിയാനം ഉണ്ടെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഡിസ്ക്രിപ്പൻസിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ നമ്മളുടെ ആക്ച്വൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിലും ആക്ച്വൽ സെൽഫും ഓട്ട് സെൽഫും തമ്മിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യും? നമ്മുടെ ഓവറോൾ ഇമോഷണൽ വെൽബീയിങ്ങിനെ അഫക്ട് ചെയ്യും, അൾട്ടിമേറ്റ്ലി നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അഫക്ട് ചെയ്യുകയും ചെയ്യും.
അപ്പൊ സെൽഫ് എസ്റ്റീമിനെ എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? നമുക്ക് ആ സെൽഫ് ഡിസ്ക്രിപ്പൻസി കൂടുതലാണെങ്കിൽ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? നമുക്കൊരു നെഗറ്റീവ് ഇവാലുവേഷനിലേക്ക്, നമ്മളെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ ഒരു നെഗറ്റീവ് ഇവാലുവേഷനിലേക്ക് നമ്മൾ ചിലപ്പം പോയേക്കാം. ഇതിനെയാണ് സെൽഫ് ഡിസ്ക്രിപ്പൻസി എന്ന് വിളിക്കുന്നത്. ഇനി ഫൈനലി നമുക്കുള്ളതാണ് സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേം ആണ്. നമുക്ക് തന്നെ നമ്മുടെ എബിലിറ്റിനെ, നമ്മുടെ ബിഹേവിയറിനെ മോണിറ്റർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുമുള്ള എബിലിറ്റിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സെൽഫ് റെഗുലേറ്ററി സ്കിൽസ് ഉള്ളവര് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരുടെ ബിഹേവിയറിനെ അസസ് ചെയ്യാനും വേണ്ട രീതിയിൽ റീഡയറക്റ്റ് ചെയ്യാനും സാധിക്കാറുണ്ട്. ഓക്കെ, അതാണ് സെൽഫ് റെഗുലേഷൻ. അപ്പൊ ഇത്രയുമാണ് സെൽഫിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് സെൽഫ് റെഗുലേഷൻ സെൽഫ് കൺട്രോളുമായിട്ട് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സെൽഫ് കൺട്രോൾ സെൽഫ് റെഗുലേഷന്റെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബിഹേവിയറിൽ നിങ്ങൾ റെഗുലേഷൻ വരും. നിങ്ങൾ ഹെൽത്തി ആയിട്ട് എന്താ പറയാ, ഫുഡ് കഴിക്കണം, എക്സർസൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ബിഹേവിയറിനെ ഓർഗനൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് സെൽഫ് റെഗുലേഷൻ. അപ്പൊ നിങ്ങൾ ഈ ഒരു സെൽഫ് റെഗുലേറ്റഡ് ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം കഴിക്കാൻ ടെംപ്റ്റേഷൻ തോന്നുന്നു. അപ്പൊ മധുരം കഴിക്കാൻ ടെംപ്റ്റേഷൻ തോന്നുമ്പം നിങ്ങൾ ആ മധുരം കഴിക്കാതെ, ഗ്രാറ്റിഫൈ ചെയ്യാതെ നിങ്ങളെ പിടിച്ചു നിർത്തുമ്പോൾ അതെന്താണ്? സെൽഫ് കൺട്രോൾ ആണ്. അപ്പൊ സെൽഫ് റെഗുലേഷന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ്ലി സെൽഫിൽ വരുന്നതാണ് സെൽഫ് പ്രസന്റേഷൻ. സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതോടൊപ്പം മറ്റുള്ളവരെ നമ്മളെ എങ്ങനെ കാണണമെന്നും നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവര് ആസ് ആൻ ഇൻഡിവിജ്വൽ എന്നെ എങ്ങനെ കാണണം, ആ രീതിയിലായിരിക്കും നമ്മൾ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സോഷ്യൽ ലൈഫിലെ വളരെയധികം പെർവേസീവായി നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ എല്ലാ മേഖലയിലും വരുന്ന ഒരു ഫീച്ചറാണ് സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. കാര്യം എന്താ? നമ്മൾ കൂടുതൽ സമയം മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലാണ്, അല്ലെ? നമ്മൾ അലോൺ ആയിട്ട് അലൂഫ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ടൈമും വി ആർ ഇൻ ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. അതുകൊണ്ട് തന്നെ സെൽഫ് പ്രസന്റേഷൻ നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ വളരെ പെർവേസീവ് ആയിട്ടുള്ള ഫീച്ചറാണെന്ന് പറയാം. അപ്പൊ ഈ സെൽഫ് പ്രസന്റേഷനിൽ എൻഗേജ് ചെയ്യുന്നത് ചില ഫങ്ഷൻസ് സെർവ് ചെയ്യാറുണ്ട്. ഒന്നാമതായിട്ട് ഈ സെൽഫ് പ്രസന്റേഷൻ ഒരു സോഷ്യൽ സിറ്റുവേഷന്റെ നേച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ടീച്ചറിന്റെ റോള് പ്ലേ ചെയ്യാണ്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഇതൊരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണല്ലോ. ഞാനും നിങ്ങളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു, അതൊരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഇവിടെ ഞാനൊരു ടീച്ചറിന്റെ റോളാണ് പ്ലേ ചെയ്യുന്നത്, നിങ്ങളൊരു സ്റ്റുഡന്റിന്റെ റോളാണ് പ്ലേ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആസ് എ ടീച്ചർ നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യണം, ആ രീതിയിലായിരിക്കും ഞാൻ എന്നെ പ്രസന്റ് ചെയ്യുന്നത്. ആസ് എ സ്റ്റുഡന്റ് ഞാൻ എങ്ങനെ നിങ്ങളെ കാണണം, ആ രീതിയിലായിരിക്കും നിങ്ങൾ നിങ്ങളെയും പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രസന്റേഷൻ വരുമ്പോൾ എന്താണ്? ഈ സോഷ്യൽ ഇന്ററാക്ഷൻ സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ ആദ്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തതാണ് എർവിൻ ഗോഫ്മാൻ. അതായത് നമ്മൾ ഓരോരുത്തരുടെയും റോള് എന്താണോ നമ്മൾ പ്ലേ ചെയ്യുന്നത് അത് ക്ലിയർ ആക്കുക സെൽഫ് പ്രസന്റേഷനിലൂടെ കഴിയും. അപ്പൊ നമ്മൾ എയർ ഹോസ്റ്റസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും എന്തായിരിക്കും? നമ്മളെ നോക്കി സ്മൈൽ ചെയ്യും, വളരെ പ്ലസന്റ് ആയിരിക്കും. അതേസമയം അവർ ദേഷ്യം കാണിച്ചിരുന്നാലോ അവരുടെ റോളിനെ അവർ സാധൂകരിക്കുന്ന പോലെ ആവത്തില്ല. അപ്പൊ സെൽഫ് പ്രസന്റേഷൻ പലപ്പോഴും ഒരു സോഷ്യൽ സിറ്റുവേഷന്റെ നേച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പ്ലേ ചെയ്യുന്ന റോൾ എന്താണെന്നുള്ളത് നമ്മുടെ സെൽഫ് പ്രസന്റേഷനിലൂടെ മറ്റൊരാൾക്ക് എവിഡന്റ് ആകും. അതുവഴി നമ്മളെ സോഷ്യൽ ഇന്ററാക്ഷൻ സ്മൂത്തായിട്ടും ഇഫക്റ്റീവായിട്ടും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ സെൽഫ് പ്രസന്റ്, ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആദ്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തത് ആള് എർവിൻ ഗോഫ്മാൻ ആണ്. ഇത് കൂടാതെ നമ്മൾ മറ്റു ചില നമ്മുടെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി, ചില മെറ്റീരിയലിസ്റ്റിക് ഗെയിൻസിനും സോഷ്യൽ റിവാർഡ്സിനും ഒക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കുറിച്ചൊരു പോസിറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതല്ലെങ്കിൽ ചില സോഷ്യൽ പണിഷ്മെന്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും സെൽഫ് പ്രസന്റേഷന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കുറിച്ച് തന്നെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അത് എന്തിനു വേണ്ടിയാകാം? നമുക്ക് എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിൻസിനോ റിവാർഡ്സിനോ വേണ്ടിയിട്ടായിരിക്കാം. ഇനി അടുത്തൊരു ഫാക്ടറാണ് നമ്മളെ കുറിച്ച് മറ്റൊരാളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ആയിരിക്കണം ഉണ്ടാകേണ്ടത്
എന്നൊരു വിചാരം നമുക്കുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഐഡന്റിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ലെവലിൽ നമ്മളെ പ്രസന്റ് ചെയ്യും. അപ്പൊ ഇത് മൂന്നുമാണ് സെൽഫ് പ്രസന്റേഷൻ സെർവ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സെൽഫും സെൽഫിന്റെ കമ്പോണൻസിനെയും കുറിച്ച് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ളത് ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് ഇംപ്രഷൻ മാനേജ്മെന്റ് എന്നൊരു കണ്ടന്റ് ഉണ്ട്. ഇതിൽ ഇംപ്രഷൻ ഫോർമേഷൻ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്ത വീഡിയോയിൽ ആ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. സോളമൻ ആഷിന്റെ റിസർച്ചും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എടുത്തിട്ടുള്ള കണ്ടന്റ് ആണ്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഇംപ്രഷൻ മാനേജ്മെന്റ്. അപ്പൊ ഈ സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇംപ്രഷൻ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഈ ഇംപ്രഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. അപ്പം ഇംപ്രഷൻ മാനേജ്മെന്റ് ബേസിക്കലി നമ്മളുടെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ എങ്ങനെ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ നമ്മളെ കുറിച്ചൊരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള നമ്മുടെ എഫേർട്ട്, അതിനുവേണ്ടി നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന 2 ടാക്ടിക്സ് ഉണ്ട്. ഒന്നാമത്തെയാണ് സെൽഫ് എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജീസും രണ്ടാമത്തെ അതർ എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജീസും. അപ്പൊ സെൽഫ് എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതർ എൻഹാൻസ്മെന്റ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൽ നമ്മളൊരു പോസിറ്റിവിറ്റി, അവരെ ഒരു പോസിറ്റീവ് ഇമോഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ കുറിച്ച് അവർക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യുന്നതാണ് അതർ എൻഹാൻസ്മെന്റ്. അപ്പൊ സെൽഫ് എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മളെ എൻഹാൻസ് ചെയ്ത് കാണിക്കുക. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ എൻഹാൻസ് ചെയ്ത് കാണിക്കാം? ആദ്യമായിട്ട് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ടല്ലേ പോകുന്നത്, നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് നൈസ്ലി ഗ്രൂംഡ് ആയിട്ട് പോകും. അതൊരു സെൽഫ് എൻഹാൻസ്മെന്റിന് വേണ്ടി ചെയ്യുന്നതാ, ഇംപ്രഷന് വേണ്ടി ചെയ്യുന്നതാ. അതുപോലെ തന്നെ നമ്മൾ കോമ്പീറ്റന്റ് ആണെന്ന് നമ്മൾ കാണിക്കും അല്ലെ. എനിക്ക് 2-3 ഇന്റർവ്യൂ കിട്ടി, അതല്ലെങ്കിൽ ഞാൻ 2-3 ജോലി ചെയ്തു, അത് നമ്മൾ പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മൾ കാണിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് അച്ചീവ്മെന്റ്സ് നമ്മൾ പ്രൊജക്ട് ചെയ്യാറുണ്ട് അല്ലെ. എപ്പോഴും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പറയാറില്ലേ, നമ്മൾ ബയോഡേറ്റ എടുത്ത് ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തു, അവിടെ നിങ്ങൾ ഇന്ന പൊസിഷൻസ് ചെയ്തു. പിന്നെ നമ്മളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ്, അതായത് ഞാൻ വളരെ സോഷ്യലാണ്, നമ്മൾ റിലേഷൻഷിപ്സിലും നമ്മൾ ഈ പോസിറ്റീവ് ക്വാളിറ്റീസ് പറയാറുണ്ട്. ദെൻ പോസിറ്റീവ് ഇവന്റ്സ്, നിങ്ങളുടെ ലൈഫിൽ നടന്ന പോസിറ്റീവ് ഇവന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇപ്പൊ നിങ്ങൾ നാളെ ICDS ഫസ്റ്റ് റാങ്കിൽ പാസ്സാകുമ്പോൾ നിങ്ങൾ പറയാണ് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്തു പോർഷൻസ്. അപ്പൊ നമ്മുടെ പോസിറ്റീവ് ഇവന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മളത് പ്രൊജക്ട് ചെയ്ത് പറയുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഒബ്സ്റ്റക്കിൾസ് എങ്ങനെ നമ്മുടെ ലൈഫിലെ നമ്മൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറയുന്നതും സെൽഫ് എൻഹാൻസ്മെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തു, അപ്പൊ അതിന്റെ പിന്നിലെ കഷ്ടപ്പാടിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. അതായത് ചെറിയ കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണം പഠിക്കാൻ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾ എല്ലാ ജോലിയും കഴിഞ്ഞ് നിങ്ങൾ രാത്രി ഉറങ്ങാതിരുന്ന് പഠിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആളുകൾ അവരുടെ ലൈഫ് സ്ട്രഗിൾസ് പറയുമ്പോൾ നമുക്കൊരു അവരെ കുറിച്ചൊരു മതിപ്പ് തോന്നാറില്ലേ. അപ്പൊ ഇതെല്ലാം എന്താണ്? സെൽഫ് എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജീസ്. അപ്പൊ ഈ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യും, പക്ഷെ ഇത് ഓവർ ഡൺ ആയി കഴിഞ്ഞാൽ, ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഒക്കെ നമ്മളൊരു ശകലം ഓവർഡു ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും. അപ്പൊ അത് ഈ സെൽഫ് എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജി മാറിയിട്ട് ഒരു ബോസ്റ്റിംഗ് ലെവലിലേക്ക് പോകും. ഇനിയും ഇംപ്രഷൻ ഫോം ചെയ്യാനായിട്ട്, ഇംപ്രഷൻ മാനേജ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് അതർ എൻഹാൻസ്മെന്റ്. അതർ എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജിയിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്, ആരാണോ നമ്മളെ കുറിച്ച് ഇംപ്രഷൻ ഫോം ചെയ്യേണ്ടത് അവരെ ആദ്യം നമ്മളൊരു പോസിറ്റീവ് മൂഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ആ പോസിറ്റീവ് മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പലതരത്തിലെ ടാക്ടിക്സ് യൂസ് ചെയ്യാം. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടാക്ടിക് ആണ് ഇൻഗ്രേഷിയേഷൻ, അതല്ലെങ്കിൽ ഫ്ലാറ്ററിങ്. അതായത് മറ്റുള്ളവരെ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട്, അവർക്കൊരു പോസിറ്റീവ് മൂഡ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവരെ പുകഴ്ത്തി പറയും. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ചിലപ്പം ഇന്ന് അമ്മ ഉണ്ടാക്കിയ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. അപ്പൊ മറ്റുള്ളവർ ഒരു പോസിറ്റീവ് മൂഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ ആൾക്കാരെ ഡെഫിനറ്റ്ലി നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും, അവരെ കുറിച്ച് നമുക്കും ഒരു പോസിറ്റിവിറ്റി തോന്നും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ടാക്ടിക്സ് ഓവർഡു ചെയ്താൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകും. വെറുതെ പുകഴ്ത്താൻ വേണ്ടി പറയാന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പൊ എന്തും നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇനിയും അടുത്ത ടാക്ടിക് എന്താണ്? ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ അഗ്രിമെന്റ് പറയുമ്പോഴും എനിക്കൊരു പോസിറ്റീവ് മൂഡ് തോന്നാം, അതുവഴി എനിക്ക് നിങ്ങളെ കുറിച്ചും ഒരു പോസിറ്റീവ് ഇംപ്രഷൻ തോന്നാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരാളിൽ വളരെയധികം താല്പര്യം കാണിക്കും. നമ്മൾ റിലേഷൻഷിപ്സിലൊക്കെ ഈ ടാക്ടിക്സ് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം എന്നെ കുറിച്ച് മറ്റൊരാൾക്ക് നല്ല ഇംപ്രഷൻ തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ നമുക്ക് വളരെ താല്പര്യം ഉണ്ടെന്ന് കാണിക്കും. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മറ്റേ ആൾക്ക് എന്ത് തോന്നും? ഓക്കെ, എന്നിൽ അയാൾ വളരെ ഇൻട്രസ്റ്റഡ്, അയാൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമാണ്,
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊരു പോസിറ്റീവ് മൂഡിലേക്ക് വരികയും നമ്മളെ കുറിച്ച് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഫോം ചെയ്യുകയും ചെയ്യും. പിന്നെ ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ ഫേവേഴ്സ് ചെയ്തു കൊടുക്കുക. അപ്പൊ നമുക്ക് വേണ്ടി ഫേവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് മൂഡിലുമാകും, നമുക്ക് പോസിറ്റീവ് ഇംപ്രഷൻ തോന്നുകയും ചെയ്യും. ഇപ്പൊ ബേസിക്കലി കുട്ടികളൊക്കെ ചെയ്യാറില്ല, എന്തെങ്കിലും അവർക്കൊരു കാര്യം നടക്കണമെങ്കിൽ അന്ന് വീട്ടിൽ വന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യും, പാത്രം കഴുകി കൊടുക്കും. അപ്പൊ ഒരു ചെറിയ ചെറിയ ഫേവേഴ്സ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും, പോസിറ്റീവ് മൂഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ആൻഡ് അതുവഴി ഒരു പോസിറ്റീവ് ഇംപ്രഷൻ കൊണ്ടുവരാൻ. ദെൻ അതുപോലെ തന്നെയാണ് അഡ്വൈസും ഫീഡ്ബാക്കും. അപ്പം നമ്മൾ ഒരാളോട് അഡ്വൈസ് ചോദിക്കുകയും ഫീഡ്ബാക്ക് ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ ആള് ഒരു പ്രൊമിനന്റ് പൊസിഷനിലുള്ള ആളാണെന്നൊരു ഫീല് കിട്ടും. ഇപ്പൊ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കുന്നു, നിങ്ങളെ പ്രത്യേകം വിളിച്ചിരുത്തി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു, നമ്മളൊരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ലേ? അപ്പൊ നമ്മളൊരു ഗുഡ് മൂഡിലേക്ക് വരും. അതുവഴി നമുക്ക് നമ്മളോട് ആരാണോ അഡ്വൈസ് ചോദിച്ചത് അവരെ കുറിച്ച് നമുക്കൊരു പോസിറ്റീവ് ഇംപ്രഷൻ വരാം. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ലൈക്കിങ് നോൺ വെർബൽ ക്യൂസിലൂടെ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ നോക്കി ചിരിക്കുക, തലയാട്ട്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സിന് ചില കുട്ടികളോട് പെട്ടെന്ന് ഒരു മതിപ്പ് തോന്നും. എന്തുകൊണ്ടാ? അവർ ഈ ടീച്ചർ പറയുമ്പോൾ ടീച്ചറിന്റെ മുഖത്ത് നോക്കുകയും കേൾക്കുന്നതായിട്ട് തലയാട്ടുകയും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും, ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു അതർ എൻഹാൻസ്മെന്റ് ടാക്ടിക് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിൽ അത്തരം കുട്ടികളെ ടീച്ചേഴ്സ് പെട്ടെന്ന് നോട്ട് ചെയ്യുകയും അവരോടൊരു പോസിറ്റീവ് ഇംപ്രഷൻ തോന്നുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇംപ്രഷൻ മാനേജ്മെന്റ് രണ്ട് സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്, സെൽഫ് എൻഹാൻസ്മെന്റും അതർ എൻഹാൻസ്മെന്റും. ഓക്കെ, ഇനിയും നമ്മൾ ആ സിലബസിലേക്ക് പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് കൊടുത്തിരുന്നത് ആട്രിബ്യൂഷൻ ആണ്. ആട്രിബ്യൂഷനും ആട്രിബ്യൂഷൻ തിയറീസും ബയസസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ആ വീഡിയോ ലെക്ചറിനകത്ത് കവേർഡ് ആണ്. പിന്നെ പെർസെവറൻസ് ഓഫ് ബിലീഫ്സ്, സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി, സ്റ്റീരിയോടൈപ്പ്, പ്രിജുഡീസ്, ഡിസ്ക്രിമിനേഷൻ, ഈ കണ്ടന്റ് ഒക്കെ തന്നെ കവേർഡ് ആണ്. പിന്നെ അതിനകത്ത് ഒരു ടേം ഉള്ളത് കൺഫർമേറ്ററി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. കൺഫർമേഷൻ ബയസ് ഒരു 2 minutes പവർ സപ്ലൈ ഒന്ന് പോയായിരുന്നു, വൈഫൈ ഒന്ന് റീകണക്ട് ആയിക്കോട്ടെ. ഓക്കെ മാം. ഓഡിബിൾ ആണോ? അതെ മാം, കേൾക്കാം. പിന്നെ സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് പ്രസന്റ് ചെയ്യാമേ.
ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അതെ മാം. ഓക്കെ, അപ്പൊ നമ്മൾ കൺഫർമേറ്ററി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കൺഫർമേഷൻ ബയസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടേതായ സ്കീമയുണ്ട് അല്ലെ, നമ്മൾ ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമ വെച്ചിട്ടാണ്. അപ്പൊ ഈ സ്കീമയോട് ചേർന്ന് നിൽക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഈ കൺഫർമേറ്ററി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലെ കൺഫർമേഷൻ ബയസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് എവിടെയാ ഓപ്പറേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഹൈപ്പോത്തസിസോ തിയറിയോ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ഹൈപ്പോത്തസിസിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലെ എവിഡൻസ് നമ്മൾ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെയാണ് കൺഫർമേറ്ററി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തിയറി നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്, ഇപ്പം ഡോഗ്സ് ആണ് കൂടുതൽ എന്താ പറയാ ലോയൽ ദാൻ കാറ്റ്സ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നിങ്ങൾ ഇതൊരു ഹൈപ്പോത്തസിസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഡോഗ്സ് ആണ് മോർ ലോയൽ ദാൻ കാറ്റ്സ് എന്ന് തന്നെ ആണെങ്കിൽ, ഇതിനോട് ചേർന്ന് വരുന്ന എവിഡൻസ് മാത്രം നിങ്ങൾ സ്ക്രൂട്ടിനൈസ് ചെയ്ത് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് കൺഫർമേറ്ററി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു തരത്തിലെ കൺഫർമേഷൻ ബയസ് തന്നെയാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സിലബസിൽ ഉള്ളതില് ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ കവേർഡ് ആണ്. അതിനകത്ത് ഒരു കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറി പറയുന്നുണ്ട്. ഇപ്പൊ കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറി ലിയോൺ ഫെസ്റ്റിഞ്ചർ കൊണ്ടുവന്ന തിയറിയാണ്. നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ തമ്മിൽ, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് എന്താ നിങ്ങൾ ഓൾറെഡി ആ വീഡിയോ കേട്ടിട്ടുണ്ടാകണം. നമുക്ക് ഓരോന്നിനെയും കുറിച്ച് ഒരു ഇവാലുവേഷൻ ഉണ്ട്, വ്യക്തികളെ കുറിച്ചുണ്ട്, ഓബ്ജക്ട്സിനെ കുറിച്ചുണ്ട്. അപ്പൊ ഈ ഒരു ഇവാലുവേഷൻ ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് ഒന്നിലധികം ആറ്റിറ്റ്യൂഡ്സ് വരാം അല്ലെ. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡുകൾ തമ്മിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് നമുക്ക് എന്തുണ്ടാക്കും? ഒരു ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്കംഫർട്ട് ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പറയാണ് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കരുത്, സ്ത്രീധനം കൊടുക്കുന്നത് ശരിയല്ല, ശിക്ഷാർഹമാണ്, അങ്ങനെ തന്നെ വേണം, അത് ശരിയായിട്ടുള്ള രീതിയല്ല, നിങ്ങൾ സ്ട്രോങ്ലി വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവസാനം നിങ്ങളുടെ കല്യാണ സമയത്ത് നിങ്ങൾ സ്ത്രീധനം കൊടുത്തു എന്നുണ്ടെങ്കിൽ അവിടെ എന്തായി? ഇൻകൺസിസ്റ്റൻസി ആയി അല്ലെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ ഇൻകൺസിസ്റ്റൻസി ആയി. ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന രണ്ടോ അതിലധികം ആറ്റിറ്റ്യൂഡുകളോ തമ്മിലും എന്ത് വരാം? ഇൻകൺസിസ്റ്റൻസി വരാം. അങ്ങനെ വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസനൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും എന്താ പറയാ ടെൻഷൻ ഉള്ള, ഡിസ്റ്റർബൻസ് ഉള്ള അവസ്ഥ ഇഷ്ടമാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം, അതല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ മാറ്റണം, കൺസിസ്റ്റന്റ് ആകാൻ വേണ്ടി പരസ്പരം. അപ്പൊ ഇത് എക്സ്റ്റേണലി ആരും പ്രഷറൈസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റും, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ബിഹേവിയർ മാറ്റും. ഈ ഒരു സ്റ്റേറ്റിനെയാണ്, ഈ ഇന്റേണൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസനൻസ് എന്ന് പറയുന്നത്. ആ കോഗ്നിറ്റീവ് ഡിസനൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറി. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് ലിയോൺ ഫെസ്റ്റിഞ്ചർ ആണ്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് മിസ്സേ. മാം, സ്ക്രീനും വിസിബിൾ ആണോ നിങ്ങൾക്ക്? ഇപ്പൊ സ്ക്രീനും പോയിണ്ട്. സ്ക്രീൻ വിസിബിൾ അല്ല. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യോ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആ തോന്നണം. സ്ക്രീൻ ഇപ്പൊ ക്ലിയർ ആണോ? സ്ക്രീൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, എനിക്ക് പവർ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ട് വൈഫൈയുടെ കണക്ഷൻ പോകുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി അറിയാം. സ്മോക്കിംഗ് കാരണം ക്യാൻസർ ഉണ്ടാകും. നമ്മൾ സിഗരറ്റിന്റെ പാക്ക് എടുത്താൽ തന്നെ അതിൽ കാണും സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ. പക്ഷെ എന്നാലും ലങ് ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ചിലർ സ്മോക്ക് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരും. ഇപ്പൊ അയാൾക്കറിയാം സ്മോക്കിംഗ് കാരണം ലങ് ക്യാൻസർ ഉണ്ടാകുന്നു, പക്ഷെ എന്നിട്ടും സ്മോക്ക് ചെയ്തു. അപ്പൊ ഡെഫിനറ്റ്ലി അയാളുടെ ആറ്റിറ്റ്യൂഡും
അയാളുടെ ബിഹേവിയറും തമ്മിൽ എന്തുണ്ടായി? ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്തുണ്ടാകും? ഡിസനൻസ് ഉണ്ടാകും, കോഗ്നിറ്റീവ് ഡിസനൻസ് ഉണ്ടാകും. ലൈക്ക് ഐ സ്മോക്ക്, അയാൾ സ്മോക്ക് ചെയ്യുന്നുണ്ട്, ആ സ്മോക്ക് ചെയ്യുന്നത് മരണത്തിലേക്ക് നയിച്ചേക്കാം. അപ്പൊ ഈ ഡിസനൻസ് ഉണ്ടാകും എന്താ? ഇന്റേണലി ഒരു സ്റ്റേറ്റ് ഓഫ് ഇൻകൺസിസ്റ്റൻസി, ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും. അപ്പൊ ഡിസ്കംഫേർട്ട് മാറണമെങ്കിൽ നമ്മൾ ഈ ഡിസനൻസ് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. അപ്പൊ ഡിസനൻസ് നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യും? ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ബിഹേവിയർ മാറ്റും, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റും. ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഡിസനൻസ് കുറയ്ക്കാം. അപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സ്മോക്കിങ്ങിന്റെ കേസിലൊക്കെ ചിലർ പറയാറില്ലേ, സ്മോക്കിംഗ് കൊണ്ട് മാത്രമൊന്നുമല്ല ക്യാൻസർ വരുന്നത്. നിങ്ങൾ ഈ പുകവലിക്കുകയും മദ്യപിക്കുന്നവരെയൊക്കെ നിങ്ങളൊന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ അവര് ചിലപ്പോ പറയും, ഇത് അവരൊരു 100 ഉദാഹരണം പറയും നമ്മളോട്. സ്മോക്കിങ്ങോ മദ്യപാനമോ ഒന്നുമില്ലാതെ ക്യാൻസർ വന്ന് മരിച്ച ഒരു 100 ഉദാഹരണം നമ്മളോട് പറയും. എന്റെ അൾട്ടിമേറ്റ്ലി അവർ പറഞ്ഞു വെക്കും, സ്മോക്കിംഗ് കാരണം ഒന്നും അല്ല വരുന്നത്, അല്ലെങ്കിൽ ചെറിയ അളവിൽ മദ്യപിക്കുന്നത് ശരിക്കും ആരോഗ്യത്തിന് നല്ലതാ. അപ്പൊ അവിടെ എന്തായി? ആറ്റിറ്റ്യൂഡ് മാറ്റി. അതല്ലെങ്കിൽ ചിലർ എന്തെയും ബിഹേവിയർ മാറ്റും, ഇനി ഞാൻ പുകവലിക്കില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ മദ്യപിക്കില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ ഇൻകൺസിസ്റ്റൻസി ഇങ്ങനെ ഉള്ളിൽ നിൽക്കും. അപ്പൊ കോഗ്നിറ്റീവ് ഡിസനൻസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ ആറ്റിറ്റ്യൂഡ്സ് തമ്മിലോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ഇൻകൺസിസ്റ്റൻസി കാരണം ഉണ്ടാകുന്ന ഇന്റർണൽ സ്റ്റേറ്റ് ആണ് കോഗ്നിറ്റീവ് ഡിസനൻസ്. കോഗ്നിറ്റീവ് ഡിസനൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് മാറ്റും, അല്ലെങ്കിൽ ബിഹേവിയർ മാറ്റും. അപ്പൊ ഇത് എക്സ്റ്റേണലി പ്രഷർ ഒന്നും ഇല്ലാതാണ് ഇത് സംഭവിക്കുന്നത്. ഇനി കോഗ്നിറ്റീവ് ഡിസനൻസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിസനൻസ്. ഇപ്പൊ ഈ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസിക്ക് കാരണം സ്ട്രോങ് റീസൺസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ വീക്ക് ഡിസനൻസ് ആണ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടായോ? ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസിക്ക് കാരണം സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് ആണെങ്കിൽ അവിടെ ഡിസനൻസ് വീക്ക് ആയിരിക്കും. ഡിസനൻസ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇന്റേണൽ സ്റ്റേറ്റ് അത് വീക്ക് ആയിരിക്കും. എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ സ്ത്രീധനം കൊടുക്കാൻ പാടില്ല നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ വിവാഹം നടന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം തന്നു. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ട്. പക്ഷെ അങ്ങനെ സ്ത്രീധനം തന്നതിന് ഒരു സ്ട്രോങ് റീസൺ ഉണ്ടെന്ന് വിചാരിക്കുക. ലൈക്ക് അത് സ്ത്രീധനമല്ല, നിങ്ങൾക്ക് അവകാശപ്പെട്ട ഷെയർ ആണ് തന്നത്, ആൻഡ് ആ ഷെയർ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ എന്താ? സ്ട്രോങ് റീസൺ ഉണ്ട് ആ ഡിസ്ക്രിപ്പൻസിക്ക്. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തായിരിക്കും? വീക്ക് ഡിസനൻസ് ആയിരിക്കും. അത് കാരണം ഒരു വലിയ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് അപ്പോൾ ഉണ്ടാവണം എന്നില്ല. അതേസമയം ഈ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസിയിൽ എൻഗേജ് ചെയ്തതിന് നമുക്കൊരു വലിയ സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ ഇല്ല, വളരെ വീക്ക് ജസ്റ്റിഫിക്കേഷൻ ആണ്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺസോ ജസ്റ്റിഫിക്കേഷനോ നമുക്ക് പറഞ്ഞ് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനില്ല. വളരെ വീക്ക് ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഡിസനൻസ് സ്ട്രോങ് ആയിരിക്കും. ഡിസനൻസ് സ്ട്രോങ് ആകുമ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള പ്രഷറും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ലെസ് ലീഡ്സ് ടു മോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫിനോമിനനെയാണ് ലെസ് ലീഡ്സ് ടു മോർ ഇഫക്റ്റ്. വീക്ക് ഡിസനൻസ് ആണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് അവിടെ ഉണ്ടാവണം എന്നില്ല. സ്ട്രോങ് ഡിസനൻസ് ആണെങ്കിൽ നമുക്ക് ആറ്റിറ്റ്യൂഡോ ബിഹേവിയറോ ചേഞ്ച് ചെയ്ത് കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് എത്താനുള്ള പ്രഷർ നമ്മൾ അവിടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. എപ്പോഴാണ് നമുക്ക് വീക്ക് ഡിസനൻസ് ഉണ്ടാകുന്നത്? ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി, ഇൻകൺസിസ്റ്റൻസിക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാരണമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും കള്ളം പറയത്തില്ല, പക്ഷെ നിങ്ങൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കള്ളം പറയേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്താ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ ഇൻകൺസിസ്റ്റൻസി, പക്ഷെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് റീസൺ ഉണ്ട്, ഞാൻ ആ കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ സുഹൃത്ത് പോയി ആത്മഹത്യ ചെയ്തേനെ. അപ്പൊ സ്ട്രോങ് റീസൺ അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡിസനൻസ് ഫീൽ ചെയ്യുന്ന കുറവാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെസ് ലീഡ്സ് ടു മോർ ഇഫക്റ്റ്. ലെസ് ലീഡ്സ് ടു മോർ ഇഫക്റ്റ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇനിയും അടുത്തതായിട്ട് നിങ്ങളുടെ സിലബസിലുള്ളത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മളൊരു സോഷ്യൽ ഇന്ററാക്ഷനിൽ നമ്മൾ എങ്ങനെ മറ്റു വ്യക്തികളെ സ്വാധീനിക്കുന്നു, നമുക്ക് വേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇപ്പൊ 4 രീതിയിൽ നമുക്ക് സോഷ്യലി മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് കൺഫോമിറ്റി, 2 കംപ്ലയൻസ്, 3 ഒബീഡിയൻസ്, 4 ഇന്റൻസ് ഇൻഡോക്ട്രിനേഷൻ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്ന വീഡിയോയിൽ കൺഫോമിറ്റി ഓൾറെഡി കവേർഡ് ആണ്. കവേർഡ് ആകാതുള്ളത് കംപ്ലയൻസും ഒബീഡിയൻസുമാണ്.
ഇന്റൻസ് ഇൻഡോക്ട്രിനേഷൻ എന്നുള്ള ഫോം ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ സിലബസിൽ പുതിയ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. അപ്പൊ കൺഫോമിറ്റി എന്താന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ മെജോറിറ്റിയുടെ കൂടെ നമ്മൾ ഒത്തുചേർന്ന് പോകുന്നതിനാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. അതൊരു വേ ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഞാൻ അതുപോലെ ചെയ്യുന്നു. ഇത് കൂടാതെ മറ്റൊരു വേ ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്ന ഒരു മേഖലയാണ് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആയ കൺഫോമിറ്റി, കംപ്ലയൻസ്, ഒബീഡിയൻസ് ഒക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കൺഫോമിറ്റിയിലും ഞാൻ ആ റെക്കോർഡഡ് സെഷൻ തന്നതിനകത്ത് ഒരു സ്റ്റഡി പറയുന്നുണ്ട്, സോളമൻ ആഷിന്റെ. അപ്പൊ അത്തരം സ്റ്റഡീസ് ഇമ്പോർട്ടന്റ് ആണ്. ആ സ്റ്റഡീസ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസിലും നമ്മൾ ഈ സൈക്കോളജിയിലെ എല്ലാ റിസർച്ചും എല്ലാ എക്സ്പെരിമെന്റ്സും നമ്മൾ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില എക്സ്പെരിമെന്റ്സ് നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അതിൽ വരുന്ന ഒരു പോർഷൻ ആണ് സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ. കൺഫോമിറ്റിയിൽ സോളമൻ ആഷിന്റെ ആ ഒരു ലൈൻ എക്സ്പെരിമെന്റ് വളരെ പോപ്പുലർ ആണ്. ആ എക്സ്പെരിമെന്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. പിന്നീട് അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസിലേക്ക് വരുമ്പോൾ മിൽഗ്രാമിന്റെയും എക്സ്പെരിമെന്റ്, ആ റിസർച്ചും വളരെ പോപ്പുലറും വളരെ സിഗ്നിഫിക്കന്റുമാണ്. അതുകൊണ്ട് തന്നെ ആ റിസർച്ചും അതിന്റെ ഫൈൻഡിങ്സും മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, ഇനി കംപ്ലയൻസിലേക്ക് വരുമ്പം മറ്റുള്ളവരെ നിങ്ങളുടെ റിക്വസ്റ്റിന് വേണ്ടി യെസ് പറയിക്കാന്നുള്ള ടെക്നിക്കിനെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. സോ യു മേക്ക് അതേഴ്സ് ടു സേ യെസ് ടു യുവർ റിക്വസ്റ്റ്. അപ്പൊ നമ്മള് ചില പ്രൊഫഷൻസ് ഇല്ലേ, മറ്റുള്ളവര് നമ്മുടെ റിക്വസ്റ്റിനോട് യെസ് പറയിച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്ന ചില പ്രൊഫഷണൽസ് ഉണ്ടല്ലോ. ഇപ്പൊ സെയിൽസിലുള്ളവര്, അതല്ലെങ്കിൽ മറ്റിപ്പോ ഇൻഷുറൻസ്. അപ്പൊ ഇങ്ങനെ അത്തരം സെയിൽസ് റിലേറ്റഡ് പ്രൊഫഷണൽസ് ഒക്കെ അവരെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് അവരുടെ റിക്വസ്റ്റിനെ യെസ് ചെയ്യിക്കുക, പറയുക. ചിലപ്പോഴൊക്കെ നമുക്ക് വേണ്ടാത്ത സാധനം പോലും മറ്റൊരാൾ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവില്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ സോഷ്യൽ ഇൻഫ്ലുവൻസ് അല്ലേ, നിങ്ങളുടെ ബിഹേവിയറിനെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പൊ ഈ റിക്വസ്റ്റിലൂടെ നിങ്ങളെ യെസ് പറയിക്കുന്ന ആ ഒരു വേ ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ സ്റ്റഡി നടത്തിയിട്ടുള്ള, കംപ്ലയൻസിൽ സ്റ്റഡി നടത്തിയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ് റോബർട്ട് സിയാൽഡിനി. അദ്ദേഹം ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്താണ് കംപ്ലയൻസിൽ വർക്ക് ചെയ്യുന്ന, അദ്ദേഹം എങ്ങനെയാണ് പഠിച്ചത്? ഞാൻ ഈ പറയുന്ന കംപ്ലയൻസ് പ്രൊഫഷണൽസ്, അതായത് മറ്റുള്ളവരെ യെസ് പറയിക്കുക എന്നുള്ളത് അവരുടെ പ്രൊഫഷന്റെ പാർട്ടായിട്ടുള്ളവര്. അപ്പൊ അത്തരം പ്രൊഫഷണൽസിനെ കംപ്ലയൻസ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കുറിച്ച് ഡീറ്റെയിലി പഠിക്കും. ഇപ്പം സെയിൽസ് പീപ്പിൾ, അഡ്വർടൈസേഴ്സ്, അല്ലെങ്കിൽ ഫണ്ട് റേസേഴ്സ്, പൊളിറ്റീഷ്യൻസ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ കുറിച്ച് പഠിച്ചിട്ട് അവരെന്ത് ടാക്ടിക്സ് യൂസ് ചെയ്തിട്ടാണ് മറ്റുള്ളവരെ കൊണ്ട് യെസ് പറയിക്കുന്നത് എന്നുള്ളത് സിയാൽഡിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് പല രീതിയിൽ കംപ്ലയൻസ് ഉണ്ടാകാം, പല ഫോംസിൽ കംപ്ലയൻസ് ഉണ്ടാകാം. പക്ഷേ ആ പറയുന്ന എല്ലാ കൈൻഡ്സ് ഓഫ് കംപ്ലയൻസും ഈ താഴെ തന്നിട്ടുള്ള 6 പ്രിൻസിപ്പിൾസിൽ റെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചില കംപ്ലയൻസ് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിങ്ങിന്റെ ബേസിസിലാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ യെസ് പറയാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെ? അപ്പൊ അതെന്താണ്? ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിങ്ങിന്റെ ബേസിസിലുള്ള കംപ്ലയൻസ് ടാക്ടിക്കാണ്. ഇനി ചിലത് എന്താണ്? നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസി. നമ്മൾ ഒരിക്കൽ ഒരു കാര്യം ചെയ്യാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് വരുന്ന റിക്വസ്റ്റ് എല്ലാം കംപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്താ പറയാ, യെസ് പറയാൻ ടെൻഡൻസി കാണും. ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്ന് വിചാരിക്കുക. നാളെ മറ്റൊരു ടോപ്പിക്ക് ചോദിച്ചാലും ഓൾറെഡി നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് എടുത്തതാ. അതിനോട് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന എല്ലാ റിക്വസ്റ്റിനോടും നിങ്ങൾക്ക് യെസ് പറയാനുള്ള ടെൻഡൻസി വരും. അടുത്തതാണ് സ്കേർസിറ്റി. ഇപ്പൊ നമ്മൾ പലപ്പോഴും കിട്ടില്ല അല്ലെങ്കിൽ ദുർലഭമാണെന്നുള്ള കാര്യങ്ങളോട് യെസ് പറയാനോ നേടിയെടുക്കാനോ നമ്മൾ ശ്രമിക്കാറുണ്ട്, അല്ലെ? നിങ്ങൾ ഷോപ്പിലൊക്കെ കാണാറില്ലേ, ഓൺലി ലാസ്റ്റ്. നിങ്ങൾ ഓൺലൈൻ വെബ്സൈറ്റ്സ് നോക്കിയാൽ അറിയാം, പല വെബ്സൈറ്റ്സിലുണ്ട് ഓൺലി 1 പീസ് അവൈലബിൾ, ഓൺലി 2 പീസ് അവൈലബിൾ. ചിലപ്പോൾ അവരുടെ ഗോഡൌണിൽ ഒരുപാട് സാധനങ്ങൾ കാണും, പക്ഷെ ഓൺലി 1 പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണും. അപ്പോൾ നമുക്ക് വാല്യുബിൾ ആണ് ഒരെണ്ണത്തിന്റെ അവൈലബിലിറ്റി കുറയുക എന്ന് വെച്ചാൽ ആ ഐറ്റം വാല്യുബിൾ ആണെന്നുള്ള തോന്നലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കത് വാങ്ങാനുള്ള ടെൻഡൻസി വരാം. ഇനി റെസിപ്രോസിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളെ ഒരിക്കൽ സഹായിച്ചിട്ടുള്ള, നമുക്കൊരിക്കൽ ഫേവർ ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾ നമ്മൾ തള്ളിക്കളയാനുള്ള സാധ്യത കുറവാണ്. അതിനോട് നമുക്ക് യെസ് പറയാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റി. ഇനി സോഷ്യൽ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പോലുള്ള ആളുകൾ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന തരത്തിലെ റിക്വസ്റ്റുകൾ.
ഇപ്പം പറയാണ് ഇപ്പൊ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണ്, നിങ്ങളെ പോലുള്ള മറ്റു സ്റ്റുഡൻസും അവിടെ അവിടെ ഒരു എന്താ പറയാ ഒരു വോളണ്ടറി സർവീസിന് വന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള മറ്റാളുകള് ചെയ്യുന്നു എന്ന് വരുന്ന കാര്യങ്ങൾ പലപ്പോഴും കാണാറില്ല. ഈ സെയിൽസിനൊക്കെ ഈ ഫ്ലാറ്റുകളിലൊക്കെ വരുന്നവർ പറയും ഇന്ന ഫ്ലോറിലെ അവര് മേടിച്ചു, ഇവര് വാങ്ങി. അപ്പൊ നമുക്ക് തോന്നും നമ്മളെ പോലെ ഉള്ളവരാണ് അവര് ചെയ്തെങ്കിൽ ഞാനും ചെയ്യണമല്ലോ. ക്ലിയർ ആവുന്നുണ്ട്? അപ്പൊ അതിനെയാണ് സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഫൈനൽ പ്രിൻസിപ്പിൾ ആണ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഈസിയാണ്. അതോറിറ്റി പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് റിക്വസ്റ്റ് പറയുന്നതെങ്കിൽ നമ്മൾക്ക് യെസ് പറയാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓർഡർ അല്ല, റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടീച്ചർ ഇപ്പൊ പറയാണ് ഓക്കെ എനിക്ക് ഇത്രയും വർക്ക് ഉണ്ട്, എനിക്ക് ഈ ഒരു കണ്ടന്റ് PPT ഒന്ന് പ്രിപ്പയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ അതോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ യെസ് പറയാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ചില ടാക്ടിക്സ് കൂടെ സിയാൽഡിന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഇത് തന്നിട്ട് ഇത് ഏത് ടാക്ടിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ ടാക്ടിക്കാണ് ഇൻഗ്രേഷിയേഷൻ. നമ്മൾ ഇൻഗ്രേഷിയേഷൻ, സെൽഫ് പ്രസന്റേഷൻ, ഇംപ്രഷൻ മാനേജ്മെന്റ് പഠിച്ചപ്പോഴും പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഇൻഗ്രേഷിയേഷനിൽ എന്താ ചെയ്യുന്നത്? ഒരു റിക്വസ്റ്റ് വെക്കുന്നതിന് മുന്നേ മറ്റൊരാൾക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. അതിനെയാണ് ഇൻഗ്രേഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഗ്രേഷിയേഷനിൽ വർക്ക് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? ഫ്ലാറ്ററി അല്ലെ. നമ്മൾ ആദ്യം റിക്വസ്റ്റ് വെക്കുന്നതിന് മുമ്പ് അവരെ ഫ്ലാറ്റർ ചെയ്യും, അവരെ പ്രേസ് ചെയ്യും. അപ്പൊ പലപ്പോഴും പ്രേസ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി ഒരു നല്ല മൂഡിലാകുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമ്മൾ വെക്കാൻ പോകുന്ന റിക്വസ്റ്റിനോട് കംപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി രണ്ടാമതായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് സെൽഫ് പ്രൊമോഷൻ. സെൽഫ് പ്രൊമോഷൻ എന്താ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ സെൽഫ് എൻഹാൻസ് ചെയ്ത് പറയാം. ദെൻ വർക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഇൻസിഡന്റൽ സിമിലാരിറ്റി. നമ്മളെ പോലെ സിമിലർ ആയിട്ടുള്ളവരുടെ റിക്വസ്റ്റ് പലപ്പോഴും നമ്മൾ യെസ് പറയാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ഈ ഇൻസിഡന്റൽ സിമിലാരിറ്റി എന്ന് പറയുന്നത് പല രീതിയിൽ വരാം. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ നാട് വിട്ടു പോകുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് എത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ, അവർ റിക്വസ്റ്റ് വെച്ച് സഹായിക്കാൻ സാധ്യത നമ്മൾ കൂടുതലാണ്. അല്ലെങ്കിൽ ഒരേ കോളേജിൽ പഠിച്ചവരാണ്. അപ്പൊ നമ്മൾ പരിചയപ്പെടുമ്പോൾ പലപ്പോഴും ഇൻസിഡന്റൽ സിമിലാരിറ്റി നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ഒരേ നാട്ടിൽ തന്നെയാണോ, ഒരേ കോളേജാണോ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ലൈക്കിംഗ് ഉണ്ടാകും. അപ്പൊ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ച ആളാണ്. അപ്പൊ നമ്മൾ ഒരേ സമയം കണ്ടിട്ടുള്ളവരോ അറിയുന്നവരോ ആകണമെന്നില്ല. പക്ഷെ കോൺവെർസേഷൻസിലൂടെ സിമിലാരിറ്റീസ് കണ്ടെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ലൈക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലൈക്കിംഗ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു റിക്വസ്റ്റ് വെക്കുമ്പോൾ കംപ്ലൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് ടാക്ടിക്സ് ഉണ്ട്. ഒന്നാമത്തെയാണ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്കും ലോ ബോൾ പ്രൊസീജിയർ. ഇപ്പൊ ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് പറയുമ്പം ആദ്യം ഒരു സ്മോൾ റിക്വസ്റ്റ് വെക്കും. ആ സ്മോൾ റിക്വസ്റ്റ് സമ്മതിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാർജർ വണ്ണിലേക്ക് എസ്കലേറ്റ് ആകും. അപ്പൊ നമുക്ക് ബേസിക്കലി വേണ്ട ലാർജർ റിക്വസ്റ്റാ. അപ്പൊ അത് ആദ്യം പറയാതെ ഒരു സ്മോൾ റിക്വസ്റ്റ് പറയും. സ്മോൾ റിക്വസ്റ്റിനോട് എസ് പറയുമ്പോൾ നമ്മൾ കാലെടുത്ത് വെച്ച പോലെ, കാലെടുത്ത് വെച്ച് കഴിയുമ്പോൾ കമ്മിറ്റ്മെന്റ് അല്ലേ. അപ്പൊ അതിനോട് ചേർന്ന് വരുന്ന റിക്വസ്റ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആകും എന്നാണ്. അപ്പൊ ഈ ടെക്നിക്കാണ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഷോപ്പിൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രീ സാമ്പിൾസ് ട്രൈ ചെയ്യാൻ നിങ്ങളെ വിളിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഫ്രീ സാമ്പിൾ ട്രൈ ചെയ്യാൻ ചെല്ലുന്നുണ്ടേ, നമ്മൾ അത് കഴിച്ചു, നമ്മളോട് അഭിപ്രായമൊക്കെ ചോദിച്ചു, നമ്മൾ ആ കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരാദ്യം പിന്നെ സെയിലിന്റെ പാക്കറ്റ് എടുത്തു തരും. അപ്പം കാരണം നമ്മൾ ഓൾറെഡി ചെറിയ കാര്യം വാങ്ങി, സ്മോൾ റിക്വസ്റ്റ് നമ്മൾ കംപ്ലൈ ചെയ്തു, നമ്മൾ വാങ്ങി ടേസ്റ്റ് ചെയ്തു കൊള്ളാവെന്ന് പറഞ്ഞപ്പോ പിന്നെ അവസാനം സാധനം വാങ്ങിയില്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ആയി. അപ്പൊ ആ ഒരു ടെക്നിക്കാണ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്. ഇനിയും അതുപോലുള്ള മറ്റൊരു ടെക്നിക്കാണ് ലോ ബോൾ പ്രൊസീജിയർ. ഇപ്പൊ ലോ ബോൾ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇവിടെ കംപ്ലയൻസ് എങ്ങനെയാണ് ഗെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് യൂഷ്വലി ഈ ഓട്ടോമൊബൈൽ സെയിൽസിലൊക്കെ കണ്ടുവരുന്ന ടെക്നിക്കാണ്. അപ്പൊ ആദ്യം ഈ കസ്റ്റമേഴ്സ് യെസ് പറയാൻ വേണ്ടി ഇവര് വലിയ വലിയ ഓഫേഴ്സ് ഒക്കെ വെക്കും. അപ്പൊ ഇവര് യെസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോൾ ഇവര് പെട്ടെന്ന് പറയും അയ്യോ അതിപ്പോ അവൈലബിൾ അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്കൽ ഇത് പറയും. അതായത് ഇതിപ്പോ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുമായിരിക്കും. ഇനിഷ്യലി നമ്മൾ യെസ് പറയാൻ വേണ്ടി ഓക്കെ അത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയും. ലാസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഓഫറിനോട് കസ്റ്റമർ യെസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യും? ഡീല് കുറച്ച് മാറ്റും. അയ്യോ അന്ന് അത് പറഞ്ഞില്ലേ, അത് പക്ഷെ ഇപ്പൊ പോസിബിൾ അല്ല, അതിനൊരു എക്സ്ട്രാ ഇത്ര രൂപയും കൂടെ പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും. ഇപ്പൊ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും കസ്റ്റമർ അത് സ്വീകരിക്കാതെ വാക്ക് അവേ ചെയ്യണം. പക്ഷേ ഒരിക്കൽ യെസ് പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ആയി, കൺസിസ്റ്റൻസി ഇല്ലായ്മ വരും. നമ്മൾ അന്നേരം ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണൽ 5,000 കൊടുത്താലേ
ഇതേപോലെ ക്യാമറ വെക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റാതെ വരും. ഇതിനെയാണ് ലോ ബോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ട് ടാക്ടിക്സ് ആണ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്കും ലോ ബോൾ പ്രൊസീജിയറും. ഇനിയും അടുത്ത ടാക്ടിക് റെസിപ്രോസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പ് ടാക്ടിക് ആണ്. ഇപ്പൊ റെസിപ്രോസിറ്റി എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് ടാക്ടിക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്കും രണ്ടാമത്തെയാണ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്. ഈ രണ്ട് ടെക്നിക്ക് റെസിപ്രോസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കാണ്. ഇപ്പൊ ഡോർ ഇൻ ദ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ആദ്യം ലാർജർ റിക്വസ്റ്റ് വെക്കും. ലാർജർ റിക്വസ്റ്റ് വെച്ചിട്ട് അത് റെഫ്യൂസ് ചെയ്യുന്ന ഉടനെ സ്മോളർ റിക്വസ്റ്റിലേക്ക് പോകും. ശരിക്കും വേണ്ടത് സ്മോളർ റിക്വസ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങൾക്ക് ഒരു 500 രൂപ കടം വേണം എന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു 2000 രൂപയുടെ ആവശ്യമുണ്ട്, തരാൻ സാധിക്കുമോ? അപ്പോ നിങ്ങളുടെ ഫ്രണ്ട് വരെ ഇല്ലു എന്റെ പൈസയൊന്നും ഇല്ല, 2000 രൂപ തരാനില്ല എന്ന് പറയും. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാ ശരി നീ ഒരു 500 രൂപയെങ്കിലും താ. അപ്പൊ നിങ്ങൾക്ക് ഇനിഷ്യലി വേണ്ടത് എന്താണ്? 500 രൂപ. നിങ്ങൾ ചോദിച്ച എത്ര? 2000 രൂപ. 2000 രൂപ ചോദിച്ചപ്പോൾ ഡിനൈ ചെയ്തു. അപ്പൊ ഇറ്റ്സ് ലൈക്ക് സ്ലാമിങ് ദ ഡോർ ഓൺ യുവർ ഫേസ്. നിങ്ങളുടെ മുഖത്ത് കഥ കടച്ച പോലാണ്. അപ്പൊ നിങ്ങൾ ഒരു ചെറിയ റിക്വസ്റ്റിലേക്ക് വരുന്നു. അപ്പോ റെസിപ്രോസിറ്റി ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 2000 ചോദിച്ചാൽ 500ലേക്ക് വന്നില്ലേ? അപ്പൊ ഇനിയിപ്പം ഇങ്ങോട്ട് ഒരു ഫേവർ ചെയ്ത പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ട് തിരിച്ചും കംപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി വരും. അതാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്. ആൻഡ് ലാസ്റ്റ് വരുന്ന റെസിപ്രോസിറ്റിയിലെ ടാക്ടിക് ആണ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് റിക്വസ്റ്റേഴ്സ് അഡീഷണൽ ബെനിഫിറ്റ്സ് കൂടെ പ്രസന്റ് ചെയ്യും. ഈ ടാർഗറ്റ് പീപ്പിൾ അവര് പറഞ്ഞ കാര്യത്തിനോട് യെസ്സോ നോയോ പറയണോ വേണ്ടിയെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അഡീഷണൽ ഇത് നിങ്ങൾ അഡ്വർടൈസ്മെന്റ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫ്രീ. അപ്പൊ അത് വാങ്ങണോ വേണ്ടയോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഓഫറും കാര്യങ്ങളും ഒക്കെ തരുകയാണ്. അപ്പോ അവിടെ എന്താണ്, അവർ ഇങ്ങോട്ടൊരു ഓഫർ തന്നു, അപ്പൊ തിരിച്ച് നമുക്കും റെസിപ്രോസിറ്റി തോന്നുന്നത്, നമ്മളും അപ്പൊ അത് വാങ്ങണമല്ലോ. അതിനെയാണ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും? അഡീഷണൽ ബെനിഫിറ്റ് കൂടെ ആഡ് ചെയ്യുന്നതാണ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഓരോ ടാക്ടിക്കും ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താ വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് തരാം. ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നതാണ് സ്കേർസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടാക്ടിക്. അപ്പൊ അതിൽ വരാവുന്ന രണ്ട് ടാക്ടിക്സ് ആണ് പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റും ഡെഡ് ലൈൻ ടെക്നിക്കും. പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റ് നമ്മൾ ഈ കൂടുതലും റിലേഷൻഷിപ്സിലൊക്കെ കാണുന്നത് അല്ലെ? അതായത് പെട്ടെന്ന് വീഴില്ല അല്ലെങ്കിൽ പെട്ടെന്ന് അത് സെറ്റ് ആവും തോന്നില്ല എന്നുള്ളവരോട് പിന്നെയും അവരുടെ പുറകെ നടക്കാൻ ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ പറയത്തില്ലേ, ഓക്കെ എനിക്ക് വേറെ 2-3 ഓഫേഴ്സ് കൂടെ ഉണ്ട് എന്ന് പറയുമ്പം എന്ത് ഇംപ്രഷനാ കിട്ടുന്നു? ഓക്കെ ഈ ഗൈ വളരെ എന്താ പറയാ വാണ്ടഡ് ആണ് പലയിടത്തും, അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റ്. ഡെഡ് ലൈൻ ടെക്നിക് എന്ന് പറയുമ്പം ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ എന്നുള്ള ഒരു എന്താ പറയാ ഇത് വെക്കുന്ന ഉടനെ നമുക്ക് കംപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫ്ലാറ്റ് 40% ഓഫ് ടിൽ October 31st ഓൺലി. അപ്പൊ നമുക്ക് തോന്നും അയ്യോ തീരാൻ പോവാ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പോകണം. ചിലപ്പോൾ അതും ഒക്കെ കഴിഞ്ഞ് വരും അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വലിയ ബെനിഫിഷ്യൽ ഒന്നും ആവണം എന്നില്ല, വലിയ വിലക്കുറവൊന്നും പ്രൈസ് വരണം എന്നില്ല. പക്ഷെ ഇത്തരം ഡെഡ് ലൈൻസ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലി ഫ്യൂ പീസസ് ടു ഗോ അല്ലെങ്കിൽ 4 ദിവസം കൂടെ മാത്രം ഇങ്ങനൊക്കെ കാണുമ്പോൾ നമുക്ക് യെസ് പറയാനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പൊ ഇത് സ്കെയർസിറ്റി, ദുർലഭമാണ്, അത്ര ഈസി ആയിട്ട് കിട്ടില്ല എന്നൊക്കെ പ്രസന്റ് ചെയ്യുന്നതാണ് സ്കെയർസിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മള് കംപ്ലയൻസിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു ഹെഡിങ് കൂടെ ഉള്ളായിരുന്നു എക്സ്ട്രാ അതിൽ വന്നത്, ഒബീഡിയൻസ്. ഇതും അനദർ ഫോം ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. ഈ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതോറിറ്റി പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യണം എന്ന് ഓർഡർ ചെയ്യുമ്പോൾ ബിഹേവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഒബീഡിയൻസ്. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അതോറിറ്റി ഫിഗറിൽ ഇരിക്കുന്നവര് മറ്റൊരാൾക്ക് പെയിൻ ഇൻഫ്ലിക്ട് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻസിൽ എൻഗേജ് ചെയ്യാൻ പറയുമ്പോഴും റിലക്റ്റന്റ്ലി ആണെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ അത് കംപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒബീഡിയൻസ് മാറി ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയാറുണ്ട്. അപ്പൊ നോർമൽ വേയിലുള്ള ഒബീഡിയൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് ആണ്. അപ്പൊ ഒരാളെ തല്ലാൻ പറഞ്ഞ പോയി തല്ലുന്നു. അപ്പൊ അത് അതോറിറ്റി ഫിഗറിലുള്ളവർ പറയുമ്പോൾ റിലക്റ്റന്റ്ലി ആണെങ്കിൽ പോലും മറ്റൊരാൾക്ക് വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന ആക്ഷൻസിലേക്ക് പോകുന്ന ബിഹേവിയർ, അതും ഒരു ഫോം ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. ഇവിടെ എങ്ങനെയാണ്? ഡയറക്റ്റ് ഓർഡർ ആണ്. കംപ്ലയൻസിൽ എങ്ങനെയാണ്? റിക്വസ്റ്റിനോടാണ്.
ഒബീഡിയൻസ് വന്നപ്പോൾ ഡയറക്റ്റ് ഓർഡർ ആണ്. അപ്പൊ ഒബീഡിയൻസ് ലബോറട്ടറിയിൽ സ്റ്റഡി ചെയ്ത സൈക്കോളജിസ്റ്റ് ആണ് സ്റ്റാൻലി മിൽഗ്രാം. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഫൈൻഡിങ്സും ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട്സും കൊണ്ടുവന്ന ഒരു റിസർച്ച് ആയിരുന്നു, ലബോറട്ടറി റിസർച്ച് ആയിരുന്നു മിൽഗ്രാമിന്റെ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു റിസർച്ച് നമുക്കത് കണ്ടക്ട് ചെയ്യാൻ, എത്തിക്കൽ ഇഷ്യൂസ് കാരണം കണ്ടക്ട് ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലേക്ക് മിൽഗ്രാമിന്റെ ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാല്, ഈ പലപ്പോഴും ഈ വേൾഡ് വാർ 2 അതല്ലെങ്കിൽ മാസ് മർഡറിങ്ങിലൊക്കെ എന്തുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നു? അപ്പൊ അത് പലപ്പോഴും ചെയ്യുന്നത് പേഴ്സണൽ വെഞ്ചൻസിന്റെ പുറത്തല്ല, ഓർഡേഴ്സ് ഫോളോ ചെയ്യുന്നതിന്റെ പുറത്താണ്. അപ്പൊ എന്തുകൊണ്ട് ആൾക്കാർ ഓർഡേഴ്സ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടോ, നമ്മൾ ഡിസ്ട്രക്റ്റീവ് ആണെങ്കിലും ഒബീഡിയന്റ് ആകുമോ എന്ന് അറിയാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു ലബോറട്ടറി സിമുലേഷനിലേക്ക് ലീഡ് ചെയ്തത്. അപ്പൊ മിൽഗ്രാമിന്റെ റിസർച്ച് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നതാണ് മിൽഗ്രാം യൂസ് ചെയ്ത ഒരു അപ്പാരറ്റസ്. അപ്പൊ മിൽഗ്രാം എന്താ പറഞ്ഞെന്ന് വെച്ചാല്, ഡിസെപ്ഷൻ യൂസ് ചെയ്താണ് ഈ സ്റ്റഡി മിൽഗ്രാം നടത്തുന്നത്. അപ്പൊ മിൽഗ്രാം പറഞ്ഞത് പണിഷ്മെന്റിന്റെ ഇഫക്റ്റ് ഓൺ ലേണിംഗ് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണെന്നാണ് പാർട്ടിസിപ്പൻസിനോട് പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ട് പേര് ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ് എക്സ്പെരിമെന്റിന്റെ പാർട്ട്. അതിൽ ഒരാള് ലേണർ ആയിരിക്കും, ഒരാൾ എക്സ്പെരിമെന്റർ ആയിരിക്കും. അപ്പൊ ഓരോ തവണയും ലേണർ ഓൾറെഡി ഒരു വേർഡ്സ് എക്സ്പെരിമെന്റ് കൊടുക്കും, ടീച്ചർ കൊടുക്കും പഠിക്കാനായിട്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ടീച്ചർ ഈ ഫസ്റ്റ് വേർഡ് പറയുമ്പോൾ, നമ്മൾ പെയർഡ് അസോസിയേറ്റ് ലേണിംഗ്, വേർബൽ ലേണിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വേർഡ് പറയുമ്പോൾ അതിന്റെ പെയർ ആയിട്ട് വരുന്ന വേർഡ് ലേണർ റീകളക്ട് ചെയ്യണം. എറർ വന്നു കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യണം? ഷോക്ക് കൊടുക്കണം. അപ്പൊ ഇതിനകത്ത് 15 വോൾട്ട് തൊട്ട് 450 വോൾട്ട് വരെ നീളുന്ന 30 സ്വിച്ചസ് ആണ് ഈ അപ്പാരറ്റസിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൊസീജിയർ. അപ്പൊ ഓരോ തവണ എറർ വരുത്തുമ്പോഴും വോൾട്ടേജ് കൂട്ടി പോകണം. അപ്പൊ ആദ്യം 15 വോൾട്ട് തുടങ്ങി കൂടി 450 വോൾട്ട് വരെ എത്തും. അപ്പൊ ഇതാണ് പ്രൊസീജിയർ. പക്ഷെ ഇൻ റിയാലിറ്റി ഇത് എങ്ങനെയെന്ന് വെച്ചാല്, ഈ ലേണർ എന്ന് പറയുന്നത് എപ്പോഴും റിസർച്ച് അസോസിയേറ്റ് ആയിരിക്കും. അപ്പൊ ഇവര് ലോട്ട് എടുത്ത് ഈ റോൾ ഏതാണ് പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യുമ്പോഴും എപ്പോഴും ടീച്ചർ ആരായിരിക്കും ആകുന്നത്? യഥാർത്ഥ റിസർച്ച് പാർട്ടിസിപ്പൻസ് ആയിരിക്കും ടീച്ചർ. ലേണർ ആയിട്ടുള്ളത് ആരായിരിക്കും? റിസർച്ച് അസോസിയേറ്റ് ആയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ അപ്പാരറ്റസിലൂടെ ഷോക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ആകെ ഷോക്ക് കിട്ടുന്ന നമ്പർ 3 എന്നുള്ള ബട്ടണിലൂടെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഷോക്കാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ റിസർച്ച് പാർട്ടിസിപ്പന്റ്, ടീച്ചറിന്റെ റോളിൽ നിൽക്കുന്ന റിസർച്ച് പാർട്ടിസിപ്പന്റിന് അത് ഷോക്ക് കിട്ടുന്ന അപ്പാരറ്റസ് ആണ് കൺവിൻസിങ് ആകാൻ വേണ്ടി മാത്രം മൂന്നാമത്തെ ബട്ടണിൽ നിന്ന് വളരെ ഫീബിൾ ആയിട്ടുള്ള ഷോക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഷോക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ എക്സ്പെരിമെന്റ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലേണർ ആയിട്ടുള്ള റിസർച്ച് അസോസിയേറ്റ് എറേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ എറേഴ്സ് വരുമ്പോഴെല്ലാം എന്ത് കൊടുക്കണം? ഷോക്ക് കൊടുക്കണം. അപ്പൊ ആദ്യം മൈൽഡ് ഷോക്ക് ആണല്ലോ, അപ്പൊ ഓരോ തവണ കഴിയുന്ന ഒരു ഷോക്ക് ഇൻക്രീസ് ചെയ്യണം. ഷോക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലേണർ ആയിട്ടുള്ള റിസർച്ച് അസോസിയേറ്റ് എന്ത് ചെയ്യും? കരയാനും നിലവിളിക്കാനും വേദനിച്ച് ആക്ഷൻസ് കാണിക്കാനും ഒക്കെ തുടങ്ങും. പക്ഷെ ഇൻ റിയാലിറ്റി അവർക്ക് എന്ത് കിട്ടുന്നില്ല? ഷോക്ക് കിട്ടുന്നില്ല. പക്ഷെ ഷോക്ക് കിട്ടിയിട്ട് അവർ ഇന്റൻസ് പെയിനിലാണ് അവർ ഇനാക്ട് ചെയ്യും. അപ്പോഴും ഇവര് റിലക്റ്റന്റ് ആകും. അപ്പൊ ടീച്ചറായിട്ട് റോള് പ്ലേ ചെയ്യുന്ന റിസർച്ച് പാർട്ടിസിപ്പന്റ് റിലക്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ മിൽഗ്രാം പറയും, ഇല്ല നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് ചില കേസസിൽ 450 വോൾട്ട് വരെ എത്തിയതുണ്ട്. അപ്പൊ ഒരു പോയിന്റിൽ വരുമ്പം ഈ ലേണർ ആയിട്ട് നിൽക്കുന്ന റിസർച്ച് അസോസിയേറ്റ് എന്ത് ചെയ്യും? ഷോക്ക് താങ്ങാൻ വയ്യാതെ കൊളാപ്സ് ആവുന്ന പോലെ കാണിക്കും. അപ്പൊ നെക്സ്റ്റ് വേർഡ് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആൻസർ പറയാൻ പറ്റത്തില്ല, കൊളാപ്സ് ആവുമല്ലേ. അപ്പോഴും ഇവരെന്ത് ചെയ്യും? മിൽഗ്രാം പറയും, ഇല്ല നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല എക്സ്പെരിമെന്റ്, ആൻസർ പറയുന്നില്ലെങ്കിൽ അതിനെ ഒരു എറർ ആയിട്ട് കൂട്ടിയിട്ട് നിങ്ങൾ ഷോക്ക് കൊടുക്കൂ എന്ന് പറയും. എന്റെ അവസാനം ചില ഘട്ടങ്ങളിൽ ഈവൻ ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ അറിയാം, പാർട്ടിസിപ്പന്റിന്റെ കൈ പിടിച്ച മെറ്റൽ പ്ലേറ്റ് വെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഫൈൻഡിങ് വാസ് വെരി ഷോക്കിംഗ്. അപ്പൊ മറ്റേ ആള് വേദനയിൽ പൊളയുന്നു അല്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാമെന്ന് അറിഞ്ഞിട്ട് പോലും 65% ഓഫ് ആൾക്കാരാണ് ഒബീഡിയൻസ് കാണിച്ചത്. ദാറ്റ് സിഗ്നിഫിക്കന്റ്ലി ഒരു വലിയ നമ്പർ ആണ്. അപ്പോ ഒരു മിൽഗ്രാം എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ്ലി പവർലെസ് സോഴ്സ് ഓഫ് അതോറിറ്റി ആണല്ലേ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എക്സ്പെരിമെന്റ് ബോയ്ക്കോട്ട് ചെയ്യാം. കാര്യം എന്താണ്? ഇവർക്ക് ഈവൻ പെയ്ഡ് ആണ്, പാർട്ടിസിപ്പൻസ് പെയ്ഡ് ആണ്. അവർക്ക് പേയ്മെന്റ് എക്സ്പെരിമെന്റിന് മുന്നേ തന്നെ കൊടുത്തത്. അപ്പൊ അവർക്ക് പൈസയും കിട്ടിയത്, വേണമെങ്കിൽ അവർക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യായിരുന്നു. പക്ഷെ അപ്പോഴും മറ്റൊരാൾക്ക് ഹാം കൊടുക്കുന്ന ഓർഡേഴ്സ്, ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഹാംഫുൾ ആകുന്ന, ഹാം ഇൻഫ്ലിക്ട് ചെയ്യുന്ന ഓർഡേഴ്സ് ആയിട്ട് പോലും 65% ഓഫ് ആൾക്കാരും ടോട്ടൽ ഒബീഡിയൻസ്
കാണിച്ചു എന്നാണ് മിൽഗ്രാമിന്റെ ഫൈൻഡിങ്. ആൻഡ് ഇതിനകത്ത് തന്നെ ഇത് പല കൾച്ചറലി സ്റ്റഡീസ് റെപ്ലിക്കേറ്റ് ചെയ്തപ്പോഴും എല്ലായിടത്തും തന്നെ ഒബീഡിയൻസ് കാണിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത്. അപ്പൊ മിൽഗ്രാമിന്റെ സ്റ്റഡിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് എന്താണ്? ഓർഡിനറി പീപ്പിൾ ഒരു ഇത്തിരി റിലക്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അതോറിറ്റിയിലുള്ള ഒരാള് ഒരു ഇന്നസെന്റ് സ്ട്രേഞ്ചറിനെ ഹാം ചെയ്യാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ വില്ലിംഗ് ടു ഡു എന്നുള്ളതാണ് മിൽഗ്രാമിന്റെ സ്റ്റഡിയുടെ ഒരു ഓവറോൾ ഫൈൻഡിങ്. ഇവിടെ ഞാൻ ഈ 65% എന്നൊക്കെ എടുത്തു പറയാൻ കാര്യം ചില കേസസിൽ നെറ്റ് എക്സാംസിലൊക്കെ ഇങ്ങനത്തെ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈവൻ ആഷിന്റെ സ്റ്റഡീസിൽ പോലും എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാരെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് ആണ് ആഷിന്റെയും മിൽഗ്രാമിന്റെയും ഒക്കെ. അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിലിൽ തന്നെ വായിക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ വായിക്കാനായിട്ട് ഞാൻ എക്സ്ട്രാ മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ഇത് നിങ്ങൾ വായിച്ചിരിക്കുക. ഇനിയും എന്തുകൊണ്ടാണ് ആൾക്കാർ ഒബീഡിയൻസ് കാണിക്കുന്നത് അതോറിറ്റി ഫിഗറിനോട്? 4 ഫാക്ടേഴ്സ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ, നമ്മൾ ഒബീഡിയൻസ് കാണിക്കുന്ന ഉടനെ നമുക്കല്ല റെസ്പോൺസിബിലിറ്റി അല്ലേ? നമ്മൾ പറയാറില്ല ഞാനല്ല, എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഒരു പോലീസിലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹയർ റാങ്കിലുള്ളവർ പറഞ്ഞു ഐ വാസ് ജസ്റ്റ് ഒബേയിങ് ഓർഡേഴ്സ്. അപ്പം ആ പീപ്പിൾ ഇൻ അതോറിറ്റിക്കാണ് റെസ്പോൺസിബിലിറ്റി, ആക്ഷൻ ചെയ്ത ആൾക്കല്ല. അതാകാം ഒരു റീസൺ. അതുപോലെ തന്നെ അതോറിറ്റി ഫിഗറിലുള്ളവർക്ക് അവരുടെ സൈൻ സ്റ്റേറ്റസും പവറും കാണിക്കുന്ന വിസിബിൾ സൈൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ പോലീസിനാണെങ്കിൽ യൂണിഫോമിൽ തന്നെ ഹൈറാർക്കി എവിഡന്റ് ആക്കാൻ വേണ്ടി പലതരത്തിലെ സൈൻസും സിമ്പിൾസും ഉണ്ട്. അപ്പൊ അത് എപ്പോഴും കോൺസ്റ്റന്റ്ലി റിമൈൻഡിങ് ആണ്. അതോറിറ്റിയിലുള്ള ആളാണ്, അപ്പൊ അത് എന്ത് ചെയ്യണം, അവർ ഒബേ ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ഒരു കോൺസ്റ്റന്റ് റിമൈൻഡിങ് ആണ്. പിന്നെ പലപ്പോഴും കമാൻഡ്സ് എക്സ്ട്രീം ആക്ഷൻസ് പെർഫോം ചെയ്യാനല്ല ആദ്യം വരുന്നത്, ഗ്രാജുവലി തുടങ്ങി പെട്ടെന്നാണ്. അപ്പൊ നമ്മുടെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്നുള്ള പ്രിൻസിപ്പിൾ അവിടെ വരും. ഇപ്പൊ മിൽഗ്രാമിന്റെ കേസിൽ തന്നെ നോക്കി, ആദ്യം 15 വോൾട്ട് ആണ്. അപ്പൊ ആദ്യം ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പാടാം. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അറസ്റ്റ് ചെയ്യാൻ പറയും, അറസ്റ്റ് ചെയ്തിട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും എക്സ്ട്രീം ഫോം ഓഫ് ആക്ഷൻസ് എന്തെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ മുകളിൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഓൾറെഡി ചെയ്തതുകൊണ്ട് പിന്നീട് ഓൾറെഡി ഒരു കമാൻഡ് ഒബേ ചെയ്തുകൊണ്ട് പിന്നീട് അതിന് എഗെയിൻസ്റ്റ് പോകാൻ പലർക്കും കഴിയാതെ വരും. ദെൻ ഫൈനലി ഇത്തരത്തിലെ മാസ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ വരുന്നത് പലപ്പോഴും ഫാസ്റ്റ് പേസിലായിരിക്കും മൂവ്മെന്റ്. ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ധർണ നടക്കുന്നു, ധർണ പെട്ടെന്നായിരിക്കും ഭയങ്കര അഗ്രസീവ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ഇരുന്ന് ചിന്തിച്ച് മറ്റു ഓപ്ഷൻസ് ചിന്തിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അഗ്രസീവ് ആവുന്നു എന്ന് കാണുമ്പോൾ തന്നെ ചാർജ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കയറി അങ്ങ് തലങ്ങും വിലങ്ങും അടിക്കുക ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള നമുക്ക് ടൈമിന്റെ അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെയാണ് പലപ്പോഴും സ്ട്രോങ് ഒബീഡിയൻസിലേക്ക്, അതോറിറ്റി ഫിഗറിനോടുള്ള ഒബേ ചെയ്യാനുള്ള സ്ട്രോങ് ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എക്സ്ട്രാ വന്നിരുന്ന കണ്ടന്റ്സ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത മെറ്റീരിയലിനകത്ത് ഗ്രൂപ്പ്സ്, സോഷ്യലൈസേഷൻ, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ശരിക്കും നിങ്ങളുടെ സിലബസിൽ ഉള്ളതല്ല. ലീഡർഷിപ്പ്, ഗ്രൂപ്പ്സ്, സോഷ്യലൈസേഷൻ, ഇത് മൂന്നും നിങ്ങളുടെ ഇപ്പൊ വന്ന ICDS സിലബസിൽ ഉള്ളതല്ല. ഇത് ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കവേർഡ് ആണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ എക്സ്ട്രാ റീഡിംഗ് മെറ്റീരിയൽസോടെ ഈ PPT കൂടാതെ എക്സ്ട്രാ നിങ്ങൾ വായിച്ചിരിക്കേണ്ട NCERT ചില ചാപ്റ്റേഴ്സും അതോടൊപ്പം സോഷ്യൽ ഇൻഫ്ലുവൻസ് വരുന്ന സോഷ്യൽ സൈക്കോളജി തന്നെയുള്ള ആ ടെക്സ്റ്റിന്റെ കുറച്ച് പോർഷൻസ് കൂടെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വായിച്ചു നോക്കാം.